ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്പർ 999 കുറിച്ചിട്ടാണ്. 999 ഏഞ്ചൽ നമ്പറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളല്ല, ഇത് നമ്മൾ ഓർഡറിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്പർ 2 ആണ് ഇപ്പോൾ ആയിട്ടുള്ളത്, 222. ഇനി ആ ഓർഡറിലാണ് അത് പറയുന്നത്. പക്ഷേ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, 666 ഡെവിളിൻ്റെ നമ്പറാണോ, ആൻറ്റി ക്രൈസ്റ്റിൻ്റെ നമ്പറാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി, അതുകൊണ്ടൊരു കൊച്ചു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പലരും ഈ ടാരോ റീഡിങ് അല്ലെങ്കിൽ വിച്ച് ക്രാഫ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള പേഗനിസം, ഇപ്പോൾ നിയോ പേഗനിസം നമ്മൾ പറയും. നമ്മൾ കാലങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പേഗനിസം, അതായത് നമ്മൾ ഇപ്പോൾ പറയുന്ന, അതായത് വലിയ മതപരമായിട്ടുള്ള ഇപ്പോൾ കാണുമ്പോൾ ഇന്നത്തെ തലമുറയിൽ നിന്ന് നോക്കുമ്പോൾ ഭീകരമായിട്ട്, ഭയപ്പെടുത്തുന്നതായിട്ട്, ഭീതിജനകമായിട്ട് തോന്നുന്ന പലതരത്തിലുള്ള കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരു കാലത്തിൽ പേഗനിസം എന്ന് നമ്മൾ ജനറലി പറയുന്ന പഴയ കാലത്തെ ഇങ്ങനെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആചരിച്ചു പോന്നിരുന്ന ഇപ്പോഴത്തെ മോഡേൺ ഡേ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുമ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് കാണുന്നത്. പല മതങ്ങളും മുമ്പോട്ടേക്ക് വന്നിട്ടുള്ളത് അതിന് മുമ്പുള്ള പല ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയൊക്കെ പുറകോട്ടേക്ക് തള്ളിയാണ്. ഇപ്പോൾ നമ്മൾ സൗത്ത് അമേരിക്കൻ ആണെങ്കിലും ഇന്ത്യൻ ആണെങ്കിലും, ഇപ്പോൾ ഹിന്ദുയിസം ഒരു തരത്തിലൊരു പേഗനിസം പറയാം. ഏറ്റവും പുരാതനമായിട്ടുള്ള ഇപ്പോൾ നിലനിൽക്കുന്നത് ഹിന്ദുയിസമാണ്. കാരണം അതിൻ്റെ പല ഹിന്ദു മതം എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും പ്രാചീനമായിട്ടുള്ള പല ആചാരങ്ങളും പിന്തുടരുന്ന രീതികൾ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പേഗനിസം എന്നുള്ള രീതിയിൽ പേഗൻ റിലീജിയനായിട്ട് കാണുന്ന ഒന്നാവാം പലരെ സംബന്ധിച്ച് ഹിന്ദുമതം. അതേസമയം മുന്നോട്ടേക്ക് ഇപ്പോഴത്തെ രീതിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ വലിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും ഇല്ലാത്ത പല മതങ്ങളും, പക്ഷേ എല്ലാ മതത്തിൻ്റെ പുറകിലും അനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴും പേഗനിസം തന്നെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും മുസ്ലിം മതമാണെങ്കിലും മറ്റു മതങ്ങളാണെങ്കിലും എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പല ആചാരങ്ങളിലും പുറകോട്ടേക്ക് നമ്മൾ നോക്കുക. നമ്മൾ സാന്റാക്ലോസിൻ്റെ കഥ പറയുന്നു. ഇപ്പോൾ സാന്റാക്ലോസ് ശരിക്കും പേഗൻ കൾച്ചറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ക്രിസ്തു മതമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഹാലോവീൻ നമ്മൾ ആചരിക്കുന്നു. ഹാലോവീൻ എന്താണ്? അതൊരു ആചാരമല്ല, ഇപ്പോൾ അതൊരു ഫണ്ണാണ്, ഒരു പാർട്ടി ആയിട്ട് മാറി. അതേപോലെ തന്നെയാണ് എല്ലാം. ക്രിസ്മസ് ആചരിക്കുന്നു നമ്മൾ. ക്രിസ്തുവിൻ്റെ ജനനമായിട്ടാണ് പലരും പറയുന്നത്. പുതിയ ടെസ്റ്റമെൻറ്റ് വായിച്ചിട്ടുള്ളവരാണെങ്കിൽ ക്രിസ്തു ജനിച്ചിട്ടുള്ളത് ക്രിസ്മസ് അല്ലെങ്കിൽ ഡിസംബറിലല്ല എന്നറിയാത്ത പലരും ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയില്ല എന്നുള്ളതല്ല, അറിയാത്തവർ ഒത്തിരി പേര് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും കാലം മാറും തോറും മാറ്റി എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അവയിലൊന്നാണ് നമ്മളീ പറയുന്ന 666 നമ്മൾ പറയുമല്ലോ. ഇപ്പോൾ നിങ്ങൾ മൂവീസൊക്കെ കാണുന്നവർ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മൂവീസ് കാണുന്നവനാണെങ്കിൽ 666 എപ്പോഴും നമ്മൾ കാണുന്നത് എന്താണ്? പൈശാചിക ശക്തികൾ, നമ്മൾ ഓമൻ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജീസ് അല്ലെങ്കിൽ ആൻറ്റിക്രൈസ്റ്റ് അങ്ങനെയുള്ള കഥകളിൽ എപ്പോഴും ഒരു 666ൻ്റെ സാന്നിധ്യം കാണുന്നുണ്ടാവാം. അല്ലെങ്കിൽ കുട്ടി ജനിക്കുമ്പോൾ കുട്ടിയുടെ തലയിൽ അല്ലെങ്കിൽ കുട്ടിയുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഈ 3, 6 എന്നുള്ള ഒരു അക്കം ശരീരത്തിൽ ജനിക്കുമ്പോൾ തന്നെ കാണും എന്നൊക്കെയുള്ള രീതിയിൽ പറയുമ്പോൾ കഥകളിൽ ഇതൊക്കെ കേൾക്കുന്നത് വളരെ ഉത്തേജിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ഭീതിജനകമായിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം നമ്മൾ പലരും പറയുന്ന ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് ആൻറ്റിക്രൈസ്റ്റിൻ്റെ നമ്പറാണ് എന്നുള്ളതാണ്. പിന്നെ നമ്മളെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യം, അതിൻ്റെ റെഫറൻസ് പറയുകയാണെങ്കിൽ 13:18 ലാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ബൈബിൾ ബേസിസിൽ വൺ ഹു അണ്ടർസ്റ്റാൻഡ് ക്യാൻ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ദ ബീസ്റ്റ്, ഫോർ ഇറ്റ് ഈസ് എ നമ്പർ ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ എ പേഴ്സൺ, ഹിസ് നമ്പർ ഇസ് 666. പക്ഷേ നമ്മൾ പറയുമ്പോൾ ഈ ഒരു നമ്പർ 666 ബീസ്റ്റിൻ്റെ നമ്പറാണെന്ന് പറയും. ബീസ്റ്റ് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ നമ്പറാണ് എന്നുള്ള രീതിയിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിൽ നിർവചിക്കുന്ന ആളുകൾ. ഒന്ന്, ഈ ഒരു നമ്പർ ഈ ഒരു തരത്തിലാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് എങ്കിൽ പോലും നമ്മൾ പഴയ ലിപികളും പല ലാംഗ്വേജസും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പല തലത്തിലുള്ള വ്യത്യാസങ്ങൾ, കാൽക്കുലേഷൻ ആയാലും എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ പല തരത്തിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന സിറ്റുവേഷൻ. അപ്പോൾ ഈ 666 എന്ന് പറയുന്ന നമ്പർ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ശരിക്കും അത് 666 അല്ലായിരുന്നു ഒറിജിനലി. ഹീബ്രുവിലോ അല്ലെങ്കിൽ പല ഗ്രീക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട്. നീറോ ചക്രവർത്തിയുടെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കഥയിൽ പറയുന്നുണ്ട് 666. അങ്ങനെ പല കഥകളിൽ ഇത് 666 ഒരു നെഗറ്റീവ് ഇതായിട്ട് പറയുന്നുണ്ട്. പിന്നെ
ഭയങ്കരമായിട്ടുള്ള വിശ്വാസം, അതായത് നമ്മൾ സാധാരണ വിശ്വാസികളല്ല ഉദ്ദേശിക്കുന്നത്, അവർ ഈ 666 വളരെ നെഗറ്റീവായിട്ട് പല പല ഫാമിലീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട, കൂടുതലായിട്ടും അമേരിക്കൻ അല്ലെങ്കിൽ ആ ഒരു ഇതിലാണ് 666 നമ്പർ വരുന്ന വീട്ടിൽ താമസിക്കുന്നവർ അവിടുന്ന് വീട് മാറി, അല്ലെങ്കിൽ ആ സ്ട്രീറ്റിൽ നമ്പർ കൊടുത്തിട്ടുള്ള ആ സ്ട്രീറ്റിൽ നിന്ന് അവർ പെട്ടെന്ന് വീട് മാറുന്നു, അല്ലെങ്കിൽ ആ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് പലരും നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. അപ്പോകാലിപ്സ് ഒന്നുമല്ല ഇത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 666 എന്ന് പറയുകയാണെങ്കിൽ തന്നെ അത് 666 അല്ല, ഒറിജിനലി 616 ആണ് എന്നുള്ളത്, അതായത് 616 ആയിരുന്നു എന്നും പറയപ്പെടുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഒരു 6 എന്നുള്ള നമ്പർ, ഇപ്പോൾ ഇനി 666 ആണെങ്കിലും 616 ആണെങ്കിലും എന്തുകൊണ്ടാണ് ഈ ഒരു ബൈബിളിൽ ഇങ്ങനെ ഒരു കാര്യത്തെ സംബന്ധിച്ച് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിന് പുറകിൽ ബൈബിൾ വായിച്ചിട്ടുള്ളവർക്കാണ് എങ്കിൽ അറിയാം. 6 ആറാം ദിവസമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, ഭൂമി അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയപ്പെടുന്ന ബൈബിളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് കേൾക്കാം. അപ്പോൾ നമ്പർ 6 എന്ന് പറയുന്നത് ആ ഒരു ദിവസം ആണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നത്തെ 7-ാം ദിവസമാണ് നമ്പർ 7 എന്ന് പറഞ്ഞപ്പോൾ ബൈബിളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇതും പറയുമ്പോൾ പലതും നമ്മൾ പല ഭാഷയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ പല പല കാര്യങ്ങളും അവരവരുടെ ഔചിത്യം അനുസരിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്പർ 7 എന്ന് പറഞ്ഞ കംപ്ലീഷൻ, പൂർണ്ണതയുടെ ദൈവം, അതായത് നമ്പർ 7 എന്ന് പറയുന്ന നമ്പർ പൂർണ്ണതയുടെ നമ്പറാണ്. അപ്പോൾ നമ്പർ 6 എന്ന് പറയുന്നത് ഒരു ഇൻസൾട്ടായിട്ട് കരുതുന്ന ഒരു രീതിയിലുണ്ട്. പുതിയ ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ് ബുക്ക് ഓഫ് റെവല്യൂഷനിൽ പറയുന്നു എന്ന് പറയുന്ന പല കാര്യങ്ങളും. അപ്പോൾ ഈ നമ്പർ 6 എന്ന് പറയുന്നത്, 7 എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പൂർണ്ണതയുടെ, പെർഫെക്ഷൻ്റെ ഒരു നമ്പറാണ്. അപ്പോൾ അതിന് മുമ്പുള്ള നമ്പർ 6 എന്താണ്, പരിപൂർണമല്ല. മനുഷ്യനൊരിക്കലും പരിപൂർണമല്ലല്ലോ, ദൈവമാകാൻ മനുഷ്യനൊരിക്കലും കഴിയില്ല. അപ്പോൾ നമ്പർ 6 ബീസ്റ്റിൻ്റെ നമ്പറാണ്, മനുഷ്യൻ്റെ നമ്പറാണ്. അപ്പോൾ ഇതിൽ തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയോളും, വൺ ഹൂ ക്യാൻ അണ്ടർസ്റ്റാൻഡ്സ് ക്യാൻ കാൽക്കുലേറ്റ് എ നമ്പർ ഓഫ് ബീസ്റ്റ്, ഫോർ ഇറ്റ്സ് എ നമ്പർ ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ പേഴ്സൺ എന്നുള്ളതാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ നമ്പറിന് ഒരു പ്രത്യേകിച്ച് ആൻറ്റി ക്രൈസ്റ്റോ അല്ലെങ്കിൽ നെഗറ്റീവ് അല്ലെങ്കിൽ സാത്താൻ അതുപോലത്തെ ഒരു ബന്ധവും ഇല്ല. ഇനി ആ ഒരു നമ്പർ ബീസ്റ്റിൻ്റെ നമ്പറാണെന്ന് പറയുന്നുണ്ട്, മനുഷ്യൻ്റെ നമ്പറായിട്ടും പറയുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്തകളെ മാറ്റി ഒരു പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു ഉദ്ദേശമായിരിക്കും. നമ്മൾക്കുള്ള ഫോൾട്ട് എന്താണ്, മനുഷ്യൻ ഒരിക്കലും പൂർണ്ണനല്ല എന്ന് മാത്രമാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ഒരു പ്രപഞ്ചശക്തി മുന്നോട്ടേക്ക് പോകുമ്പോൾ പ്രപഞ്ചശക്തിയാണ് പൂർണ്ണമായിട്ടുള്ളൊരു ശക്തി. മനുഷ്യരില്ല, മനുഷ്യൻ്റെ ഇതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഫോൾട്ട്സും ഉണ്ട്. നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു അർത്ഥമാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്. ആ ഒരു പ്രപഞ്ചശക്തിയിൽ വിശ്വസിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ള രീതിയിൽ. പിന്നെ 666 ശരിയായിട്ടുള്ള ഏഞ്ചൽ നമ്പർ മീനിങ്സ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ പറയുന്നതായിരിക്കും. നിങ്ങൾക്കത് കേട്ട് നോക്കാം. പക്ഷേ ഈ ഒരു 666 നമ്മൾ 666 മാത്രമല്ല, ഇപ്പോൾ വിച്ച് ക്രാഫ്റ്റ് അല്ലെങ്കിൽ പേഗനിസം ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ പേഗൻ ഗോഡ്, നമ്മൾ കൊമ്പുള്ള ദേവൻ എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ പല ദൈവങ്ങൾ എപ്പോഴും ഒരു മനുഷ്യൻ്റേതല്ലാത്ത രൂപം, ആടിൻ്റെ രൂപം എപ്പോഴും ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷ് ഫിലിംസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അങ്ങനെയുള്ള ഇതിൽ നമ്മൾ ഭീകരതയും മറ്റുമൊക്കെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതിനെ പിന്നീട് ഒരു രാക്ഷസീയ രൂപം നൽകാനൊക്കെ കൊമ്പുണ്ടാകുമ്പോൾ അതൊരു നെഗറ്റീവ് രീതിയിലേക്കൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ 1000 വർഷങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേക്ക് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാകും, ആ സമയത്തൊരു മനുഷ്യൻ എന്തിനെയാണ് ഭയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ ആ മനുഷ്യൻ ദൈവം മനുഷ്യ സൃഷ്ടിയാണ്. അതിനർത്ഥം ദൈവമില്ല എന്നുള്ളതല്ല. നമ്മൾ ക്രിസ്തു ആണെങ്കിലും കൃഷ്ണനാണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്കാണ് നമ്മൾ ആ ഒരു രൂപം നമ്മുടെ മനസ്സിലുള്ളത്. ആ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്, അതിനനുസരിച്ചിട്ടാണ് മനുഷ്യൻ്റെ ഒരു കൾച്ചറും ആ സമയത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രൂപപ്പെട്ടിരുന്നത്. ആ സമയത്ത് മനുഷ്യൻ ആ ഒരു രീതിയിൽ ചിന്തിച്ചിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെ ഭയം ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടാവും. ചില ആളുകൾ അതിനെ ഉപയോഗിച്ച് ചലച്ചിത്രങ്ങൾ ഉണ്ടാക്കി ആ ഒരു രീതിയിലൊരു ഭീതി സൃഷ്ടിച്ചു. പക്ഷേ പല ആളുകളും അത് മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു നെഗറ്റീവ് രീതിയിലാണ്. ഒരു ചിത്രം, ഒരു സിനിമയായിട്ട് മാത്രം കാണുക
കാണുക, ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. നിങ്ങൾ 666 കാണുകയാണ് എങ്കിൽ അതിനർത്ഥം നെഗറ്റീവ് എനർജീസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അർത്ഥമൊന്നും അതിനില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്തകളെ മാറ്റി, അതായത് എല്ലാവരും പൂർണ്ണരല്ല, ആ യൂണിവേഴ്സ് പ്രപഞ്ചശക്തിയിൽ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നൊരർത്ഥമാണ് അതിനുള്ളത്. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ 666 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.